ഹലോ ഗായ്സ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ 2 മിനിറ്റിൽ ബ്രെഡ് കൊണ്ട് 2 തരം സ്നാക്സ് ആയാലോ. ആദ്യത്തെ ഈ ബ്രെഡ് ബോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴന്നു വന്നതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഈ ഫില്ലിങ് ബോൾ പരുവത്തിലാക്കി ചൂടായ എണ്ണയിലിട്ട് വറുത്തു കോരാം. നിങ്ങൾക്ക് ഏത് ഷേപ്പും ആക്കാം കേട്ടോ. ഞാൻ ബോൾ ഷേപ്പാണ് ആക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയായ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. ഇനി ബ്രെഡ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ കിടിലൻ സ്നാക്കാണ് ബ്രെഡ് ഓംലെറ്റ്. ഇത് തയ്യാറാക്കാനും കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ആദ്യം ഞാനൊരു ബ്രെഡിനെ ഒരു മൂടി വെച്ച് നടുഭാഗം കട്ട് ചെയ്തു മാറ്റി. ഇനി ഒരു കടായിലേക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുത്ത് നടുഭാഗത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം സവാള, ക്യാപ്സിക്കം, കൂടെ അല്പം തക്കാളിയും മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി മഞ്ഞ ഉടഞ്ഞു പോകാതെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഈ ചീസ് ചേർത്താൽ. ഇനി ഇത് 2 ഭാഗവും നന്നായി വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ 2 സ്നാക്സും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇത്തരം റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.